അപ്പോൾ നമ്മൾ ദോശ ചുടുന്ന തവയെല്ലാം ഇതേപോലെ തുരുമ്പിച്ചിട്ട് നമ്മൾ ഒരുപാട് ദിവസമൊക്കെ ഉപയോഗിക്കാതെ മാറ്റി വയ്ക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേനും ദോശ ഇളകി വരാനൊക്കെ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നമ്മൾ ഇതേപോലെ ഗുളികയുടെ ടാബ്ലറ്റ് ഒക്കെ മേടിക്കുന്നതിൻ്റെ കവറുണ്ടല്ലോ, അത് നമ്മൾ ഇതേപോലെ ഒന്ന് ആ ദോശയുടെ മാവിൻ്റെ പുറത്ത് വെച്ചിട്ടൊന്ന് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്ര തുരുമ്പിച്ച ദോശത്തവയാണേലും അതെല്ലാം മാറിയിട്ട് നോൺ സ്റ്റിക്ക് പാൻ പോലെ നമ്മൾ ദോശ ചുടുകയാണെങ്കിൽ നമുക്ക് പെറുക്കിയെടുക്കാം. ആ രീതിയിൽ നമുക്ക് ഇതേപോലെ കിട്ടും. അപ്പം എന്തുകൊണ്ട് അതിൻ്റെ അഴുക്കെല്ലാം പോയി കിട്ടും. കാരണം ഇതിനകത്ത് സോപ്പും കാര്യങ്ങളൊന്നും തന്നെ ചേർക്കുന്നില്ല. വെറും ദോശമാവ് വെച്ചിട്ട് തന്നെ ഗുളികയുടെ സ്ട്രിപ്പ് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ആ സൈഡിലൊക്കെ ഈ ഇരുമ്പിൻ്റെ ദോശത്തവ കുറേ നാളാകുമ്പോഴത്തേനും ആ സൈഡിലൊക്കെ ഇരുമ്പിൻ്റെ കറയും അതേപോലെ തന്നെ ഒരു പൊരിച്ചിലൊക്കെ കാണും. അപ്പോൾ ദോശ ഇളകി വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ ഇതേപോലെ ഒന്ന് തേച്ച് കഴുകിയെടുക്കുക. ഈ ഗുളികയുടെ സ്ട്രിപ്പും അതേപോലെ തന്നെ ദോശമാവും വെച്ചിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ദോശ പ്രത്യേകിച്ച് ചട്ടകൊന്നും ഇടാതെ തന്നെ നമുക്ക് പെറുക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. വളരെ നല്ലൊരു ടിപ്പാണിത്. ഇതാരും ചെയ്തിട്ടില്ലാത്ത ടിപ്പുമാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒന്ന് കഴുകുക. കണ്ടോ, ഇതേപോലെ കഴുകണം. ആ സൈഡിലൊക്കെ ഒരു പരുപരുപ്പ് കാണും. അതെല്ലാം മാറിയിട്ട് നമ്മൾ നോൺ സ്റ്റിക്ക് പാനിൽ എങ്ങനെയാണ് ദോശ ചുടുന്നത് അതേ രീതിയിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നാൽ അതിൻ്റെ റിസൾട്ട് നമുക്കറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ കണ്ടോ, കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഒരു തുണി വെച്ചൊന്ന് തുടച്ചെടുക്കാം. നല്ല രീതിയിൽ നല്ലൊരു ഗ്ലേസിങ് ആണ് അതിനകത്ത് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് കണ്ടോ. അപ്പം നമുക്ക് ഒന്ന് തുണി വെച്ചൊന്ന് തുടച്ചെടുക്കാം. ഇനി നമുക്ക് അടുപ്പത്ത് വെച്ചൊന്ന് ദോശ ഇട്ട് ഞാൻ കാണിച്ചു തരാം. നല്ല രീതിയിൽ ഇളകി വരും, പൂ പോലെ നമുക്ക് പെറുക്കി എടുക്കാം. നല്ല സോഫ്റ്റും ആയിരിക്കും ദോശ കേട്ടോ. കാരണം ഇരുമ്പ് തവയിൽ ചുടുമ്പം ദോശയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ്. കാരണം നമ്മൾ നോൺ സ്റ്റിക്ക് പാനിലൊക്കെ ചുടുന്നതിനേക്കാളും ഈ ഇരുമ്പ് ദോശ തവയിൽ ചുടുമ്പോഴത്തേനും ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ ഞാൻ അതിനായിട്ട് കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നല്ലെണ്ണ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഫോർക്ക് വെച്ച് കുറച്ച് സവാള കഷ്ണം ഒന്ന് വെച്ച് തേച്ച് കൊടുത്തിട്ട് ദോശ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് ചുട്ടെടുക്കാനായിട്ട് പറ്റും. ഇപ്പം എന്താണ്ട് ഞാനിങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേന് തന്നെ നമുക്ക് പൂ പോലെ ഇളകി വരും കണ്ടോ. തൊട്ടപ്പോൾ തന്നെ ഇളകി വന്നു. അത്ര നല്ല രീതിയിൽ നമുക്ക് ദോശത്തവ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഒന്നുകൂടെ ഞാൻ ചുട്ട് കാണിക്കാം കണ്ടോ. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇളകി വന്നിട്ടുണ്ട് കണ്ടോ.